മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളാണ് ഈ വലിയ പ്രസംഗത്തിന്റെ കൺക്ലൂഷൻ തുടങ്ങുന്നത്. 13ഉം 14ഉം വാക്യം ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇടുക്കുവാതിലൂടെ അകത്തു കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. വളരെ ശ്രദ്ധിക്കണം. സുവിശേഷത്തിലെ വളരെ കാതലായ ഒരു സന്ദേശമാണ്. ഞാനിങ്ങനെ വളരെ ശാന്തമായും പെറുക്കി വെക്കുന്നത് പോലെ പറയുന്നത് കാര്യം നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഇത് വളരെ ധൃതിയോടെ ആവേശത്തോടെ അവതരിപ്പിക്കാൻ എനിക്കറിയാം. എന്നാൽ ശാന്തമായി ഇത് നമ്മൾ ഉൾക്കൊള്ളണം, പഠിക്കണം എന്ന ആഗ്രഹത്തിലാണ് ഞാൻ അത് ഈ നിലയിൽ അവതരിപ്പിക്കുന്നത്. ഈ 2 വാക്യങ്ങളിൽ കർത്താവ് 2 വാതിലിനെ കുറിച്ച് പറയുന്നു, 2 വഴിയെക്കുറിച്ച് പറയുന്നു, 2 കൂട്ടം ആളുകളെ കുറിച്ച് പറയുന്നു, 2 അവസാനത്തെ കുറിച്ച് പറയുന്നു. 13-ാം വാക്യത്തിന്റെ തുടക്കം, ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടക്കുകയും. ഒരു വാതിലിന് കർത്താവ് പറയുന്ന പേര് ഇടുക്ക് വാതിൽ, the narrow door. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളത്, അതാണ് 2 ഡോറുകൾ. ഇടുക്ക് വാതിൽ, വീതിയുള്ള വാതിൽ, the narrow door and the broad door. എന്നിട്ട് കർത്താവ് ഒരു കൽപ്പനയായി പറയുകയാണ്, ഇടുക്ക് വാതിലൂടെ അകത്ത് കടക്കുകയും. ദൈവവചനം പരിശോധിച്ചാൽ ഇസ്രായേൽ മക്കളോടൊക്കെയുള്ള ബന്ധത്തിൽ പോലും നന്മയും തിന്മയും നിങ്ങളുടെ മുൻപിൽ വെക്കുന്നു, അല്ലെങ്കിൽ അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വെക്കുന്നു. യു ഹാവ് ടു ചൂസ്. ഇതുപോലെ തന്നെ ക്രിസ്ത്യൻ ലിവിങ്ങിനെ കുറിച്ച് ദീർഘമായി കർത്താവ് പഠിപ്പിച്ച ശേഷം ഉപസംഹാരം തുടങ്ങുകയാണ്. ഇടുക്ക് വാതിൽ, വീതിയുള്ള വാതിൽ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നു. കൽപ്പനയായി കർത്താവ് പറയുന്നു, ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടക്കുകയും. അതിനുശേഷം 14-ാം വാക്യത്തിലാണ് ഇടുക്ക് വാതിലിനെ കുറിച്ചുള്ള വിശദീകരണം. ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്, അത് ജീവങ്കലേക്ക് പോകുന്ന വാതിലാണ്. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ദയവായി കർത്താവിന്റെ വചനങ്ങൾ ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ കേൾക്കുന്ന സുവിശേഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കാര്യമാണ് കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറയുന്നത്. കൽപ്പനയായി പറയുന്നു, ഇടുക്ക് വാതിലിലൂടെ പ്രവേശിക്കുകയും. കർത്താവ് തന്നെ പറയുന്നു, ഇത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. ഞാൻ വളരെ ഭയത്തോടെയാണ് ആ വാക്യങ്ങൾ വായിക്കുന്നത്, ധ്യാനിക്കുന്നത്. പോപ്പുലറായിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് രക്ഷിക്കപ്പെടും എന്നൊക്കെയുള്ള ഐഡിയകളാണ്. കയ്യൊന്ന് ഉയർത്തിയാൽ മതി, ആളുകളെല്ലാം രക്ഷിക്കപ്പെടുമെന്നൊക്കെയാണ് ആളുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ഗോസ്പലാണ് യേശു പറയുന്നത്. ജീവങ്കലേക്ക്
യാത്ര ചെയ്യുന്നത് കുറച്ചു പേരേ ഉള്ളൂ, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണെന്നാണ്. നമുക്കത് വളരെ വാണിംഗായി ഇന്ന് പകൽ ഇരിക്കട്ടെ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെടാൻ പോകുന്നത് ചുരുക്കം ആളുകളാണ്. അങ്ങനെയൊക്കെയാണോ എന്ന് നമുക്ക് ചിന്ത വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രാരംഭത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം വാക്യത്തിലെ കൂടെ ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 13-ാമത്തെ അധ്യായം 24-ാം വാക്യം. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ, പലരും കടക്കുവാൻ നോക്കും, കഴിയുകയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ എന്ന ചോദ്യത്തിന് കർത്താവ് പറയാണ്, strive to enter by the narrow door. It is not easy. വളരെ ഈസി ആയിട്ടാണ് ഇന്ന് ആളുകൾ സുവിശേഷം അവതരിപ്പിക്കുന്നത്. ജീസസിന്റെ വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുന്നത്. ജീസസിന്റെ കൽപ്പന ഇടുക്കുവാതിലൂടെ പ്രവേശിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ജീവങ്കലേക്ക് നയിക്കുന്ന വഴിയിൽ നിങ്ങളെ കൊണ്ടാക്കും. ആ വഴിയിലൂടെ നടക്കുമ്പോൾ ഡെസ്റ്റിനേഷൻ ലൈഫ് ഇറ്റേണൽ. പക്ഷേ കർത്താവ് തന്നെ പറയുന്നു, ഇത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. ഒത്തിരി പേര് ഇത് പ്രസംഗിച്ചു എന്ന് വരാം, ഒത്തിരി പേർക്ക് ഇതിന്റെ റെഫറൻസ് മനസ്സിലായി എന്ന് വരാം, ഒത്തിരി പേർക്ക് ഇത് മനസ്സിലായി എന്നും വരാം. പക്ഷെ ഈ വാതിൽ, ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. ഈ വാതിലൂടെ പ്രവേശിക്കുവാൻ പോരാടുക, സ്ട്രൈവ്. രക്ഷിക്കപ്പെടുന്നതൊക്കെ ചുരുക്കമാണോ? ബൈബിളിലെ ചില എക്സാമ്പിൾസ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ആദ്യം വയ്ക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റുകൾ പെട്ടെന്ന് ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ 36-ാം വാക്യം. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രൻ കൂടെ അറിയുന്നില്ല. ഏത് മാസം വരും, ഏത് വർഷമാണ്, ഏത് മണിക്കൂറിലാണ്, ആർക്കും അറിയത്തില്ല. അങ്ങനെ കർത്താവ് വെളിപ്പെടുത്തിയിട്ടില്ല. ഒത്തിരി പ്രവാചകന്മാര് അവിടെ ഇവിടെയൊക്കെ വെളിപ്പെടുത്തിയത് മുഴുവനും പരാജയമായി പോയി എന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഡേറ്റ് വെളിപ്പെടുത്തിയിട്ടില്ല. വെളിപ്പെടുത്തിയ കാര്യം 37-ാം വചനത്തിലുണ്ട്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. അങ്ങനെ ഒരു കാലം, നോഹയുടെ കാലം എന്നതുപോലെ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാം വരവുണ്ടാകും. ദിവസം അറിയത്തില്ല, കാലഘട്ടം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നോഹയുടെ കാലത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാതെ തന്നെ ഇവിടെ ഇരിക്കുന്ന പെന്തക്കോസ്ത് വിശ്വാസികൾക്ക് നന്നായി അറിയാം. ഉൽപ്പത്തി പുസ്തകം 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ ആ കാലഘട്ടത്തെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. ധാർമ്മിക മൂല്യങ്ങളെല്ലാം കാറ്റിൽ പറത്തിയ ഒരു കാലഘട്ടം, വളരെ വിക്കഡായിട്ടുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നീതിമാനായ ദൈവത്തിന്റെ വഴിയിൽ നടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അല്പം കൂടെ വിശദീകരിച്ചാൽ 8 പേരുടെ അദ്ദേഹത്തിന്റെ കുടുംബം ഉണ്ടായിരുന്നു. നോഹയുടെ ഭാര്യ, 3 ആൺമക്കൾ, അവരുടെ ഭാര്യമാർ. ദീർഘവർഷങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചു.
നീതി പ്രസംഗിയായ നോഹ എന്നാണ് നോഹയെ കുറിച്ച് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പുതിയ നിയമ ഭാഷ പറഞ്ഞാൽ ആരും രക്ഷിക്കപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ സഭ മെഗാസഭയായില്ല. ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെടാറുണ്ട്, ഈ മനുഷ്യന്റെ മക്കൾക്ക് പെണ്ണ് കൊടുത്തത് ആരാണ്? നോഹയുമുണ്ട്, ഭാര്യയുമുണ്ട്, 3 ആമക്കളുമുണ്ട്. ഇവരെ കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾ തയ്യാറായെങ്കിൽ അവർക്ക് ഈ പ്രസംഗത്തിൽ എന്തോ ക്ലിക്കായതാ. സ്തോത്രം. അവരോട് ഇവരുടെ കൂടെ ചേർന്നു, പക്ഷേ ബന്ധക്കാര് വിടുവിക്കപ്പെട്ടില്ല. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. പലരുടെയും ഉള്ളിലെ ചിന്ത ആ കാലഘട്ടത്തിൽ വേറെ ദൈവത്തെ വിളിക്കുന്നവരില്ല എന്നാണ്. അത് ശരിയായ ആശയമല്ല. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അതിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 4-ാം അധ്യായം അവസാനം 26-ാം വാക്യം. അവന് ഏനോശ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. യഹോവയുടെ നാമത്തിലുള്ള ആരാധനയൊക്കെ പരിചയമുള്ള കാലമാണ്. ഇന്നലെ മുതൽ മിനിഞ്ഞാന്ന് മുതൽ നമ്മൾ ചിന്തിക്കുന്ന ദൂത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് തന്നെയാണ് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത്. A form of godliness, ഭക്തിയുടെ വേഷമുണ്ടായിരുന്ന കാലം അവരും ആരാധിക്കുന്നുണ്ട്. യഹോവയുടെ നാമത്തിലാണ് ആരാധന. പക്ഷേ നാരോ വേയിൽ ഇരിക്കുന്ന വൺ ഫാമിലി, അദ്ദേഹം പ്രസംഗിച്ചതുപോലെ അല്ലെങ്കിൽ പ്രവചിച്ചതുപോലെ വെളിപ്പാട് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ന്യായവിധി ഒടുവിൽ വന്നു. ആ കാര്യവും നമുക്കറിയാം. എത്ര പേരാണ് രക്ഷപ്പെട്ടത്? ചുരുക്കം ചിലരെ രക്ഷപ്പെടത്തുള്ളൂ എന്ന് യേശു പറയുന്നത് അത്ര ഗൗരവത്തിൽ നമുക്കെടുക്കാൻ പലപ്പോഴും മനസ്സില്ലാതെ വരുന്നത് പോപ്പുലറായി നമ്മൾ കേൾക്കുന്ന സുവിശേഷം അതല്ല. ഞാൻ നിങ്ങളോട് പറയുന്ന ദൈവത്തിന്റെ വചനമാണ്. എത്ര ത്രില്ലിംഗ് ആയി കാര്യങ്ങൾ അവതരിപ്പിച്ചാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. വൈകാരിക തലത്തിൽ ആളുകളെ ഇളക്കി ഭയങ്കരമായിട്ടുള്ള മണ്ഡലത്തിൽ കൊണ്ട് എത്തിക്കാൻ കഴിയും. വൈബ്രേഷൻസ് ഇട്ട് പ്രസംഗിച്ചാൽ മതി. ആളുകൾ ഇളകും, കൈയടിക്കും, വേണ്ടി വന്ന നൃത്തവും ചെയ്യും. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ജീസസ് പറയുകയാണ്, take the narrow door. അങ്ങനെയാണെങ്കിൽ you will find a narrow way which leads to life and only a few people are traveling. കർത്താവ് തന്നെ വാൺ ചെയ്തു പറയുന്നു, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. നോഹയുടെ കാലമാണ് ഒന്നാമത് ഞാൻ ഒരു ഉദാഹരണമായി നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുന്നത്. ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അമിത ഭക്തി കൂടുമ്പോൾ ആളുകൾ ചോദിക്കും, അപ്പൊ എന്താ ഈ സ്നേഹമുള്ളത് എല്ലാവരും നശിപ്പിക്കുമോ? സ്നേഹിതരെ, വ്യവസ്ഥയിലല്ലെങ്കിൽ നശിച്ചു പോകുമെന്നല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത്? ആ കാലഘട്ടത്തിൽ ഭക്തിയുടെ വേഷം ചമഞ്ഞവരുണ്ടായിരുന്നു. ഈ മനുഷ്യൻ, വെളിപ്പാട് കിട്ടിയ മനുഷ്യൻ ദീർഘവർഷങ്ങൾ പ്രസംഗിച്ചു നടന്നപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്വന്തം ഭാര്യയ്ക്ക് വെളിപ്പാട് കിട്ടി. ഒത്തിരി ഉപദേശിമാരുടെ ഭാര്യയ്ക്ക് വെളിപ്പാടില്ല. അതിന് കാരണമുണ്ട്. നോഹയപ്പച്ചന്റെ ഭാര്യയ്ക്ക് മനസ്സിലായി അച്ഛൻ പറയുന്ന വെളിപ്പാടാ, അച്ഛൻ ചുമ്മാ പറയുന്നവനല്ല. മാത്രമല്ല, സ്വന്തം കാശിറക്കി പെട്ടകം പണിത്
കാര്യങ്ങൾ ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കളിയല്ല, ഇത് കാര്യമാണെന്ന് അമ്മാമ്മയ്ക്ക് മനസ്സിലായി. ഒത്തിരി ഉപദേശിമാരുടെ ഭാര്യമാർക്ക് ഇത് മനസ്സിലാകാത്തത്. പ്രസംഗം ഒരു വഴി കിടക്കും, നമുക്ക് നമ്മുടെ കാര്യം നോക്കണം. അപ്പൊ അമ്മാമ്മയ്ക്കറിയാം ഇതെങ്ങനെ പോയാലും ഇതിങ്ങനെ വരൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കോണം, ഈ വലിയ പുള്ളികളുടെയൊക്കെ ഭാര്യമാര് സദസ്സിൽ വന്ന് ഉറങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ നമ്മളിത് എത്ര കേട്ടിരിക്കുന്നു, അത് വലിയ കാര്യമൊന്നുമില്ല, അച്ഛൻ ഇളക്കാനറിയാം. Mrs. Noah, she took it seriously. പെട്ടകത്തിനകത്ത് സഹോദരികൾ ഈ 3 യൗവനക്കാരായ ആ മക്കളെ ഓർത്തിയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് കുടുംബങ്ങളിൽ മക്കൾ പരാജയപ്പെട്ടു പോയി. എന്താ കാര്യം? നോഹ ഉപദേശം കൊടുത്തു. നമുക്കതും ഇപ്പൊ സമയമില്ലാത്തോണ്ടാ. ഭാര്യയും ഭർത്താവും കൂടെ കണ്ടിട്ട് തന്നെ എത്ര നാളായി. ജോലിയുടെ തിരക്ക. കുഞ്ഞുങ്ങളെ പിടിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു ആയയുടെ കയ്യില. പിന്നെ അവരുള്ളത് കൊണ്ടാ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. ഉപദേശമില്ല. ഇനി ഉപദേശം ഉണ്ടെന്നിരിക്കട്ടെ, നോഹ പ്രസംഗം മാത്രമല്ല വീട്ടിൽ ജീവിച്ചൂടെ കാണിച്ചു. മക്കൾ നഷ്ടപ്പെടത്തില്ല. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയാം, യഥാർത്ഥമായി പുസ്തകം വിശ്വസിച്ച ജീവിതത്തെ ക്രമീകരിച്ച മാതാപിതാക്കളോട് പറയാം, എത്ര ഉഴപ്പിയാലും ഭൂമിയുടെ അറ്റത്തി വന്നാലും നിന്റെ കരച്ചിലിന് വിലയുണ്ട്. സ്വർഗത്തിലെ ദൈവം മടക്കി കൊണ്ടുവരും. അവരെ കൊണ്ട് ജീവിച്ച് കാണിക്കണം. ഉപദേശം പറയണം. സെക്യുലർ വിദ്യാഭ്യാസത്തെക്കാൾ വലുതാണ് വേദപുസ്തകമെന്ന് അവരെ അന്തരാത്മാവിൽ അത് പറഞ്ഞു കൊടുക്കണം, അത് ഇടണം. നോഹയുടെ കാലത്ത് നീതിമാനായ ഒരു മനുഷ്യൻ, just one family, all the rest perished in the flood. ജീസസിന്റെ വാക്കുകൾ ഓർക്കുക, only a few will find. ബഹുപുരുഷാരം പോകുന്ന വഴി തിരഞ്ഞെടുത്താൽ ദുഃഖിക്കേണ്ടി വരും. നോഹയുടെ കാലത്ത് ഒരു പള്ളിയിൽ പോകണമെങ്കിൽ നമ്മൾ ഏത് പള്ളിയിൽ പോകും? മെഗായിലെ പോകും. എന്താ അവിടെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. സ്തോത്രം. മെഗാ ആയതുകൊണ്ട് ദൈവം കൂടെ നിൽക്കത്തില്ല. പ്രമാണമാ ദൈവത്തിന് വിഷയം. മെഗാ പ്രമാണത്തിലാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ. സ്തോത്രം. ചാടാം, മറിയാം, കൈവീശാം, പ്രൈസാൻ, ഇതെല്ലാം കൊള്ളാം, നല്ലതാ. അവരവർക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് ചെയ്തു. പക്ഷേ ഇടുക്കുവാതിലല്ലയോ, ഞെരുക്കമുള്ള വഴി അല്ലയോ, യു ആർ ഡാംഡ്. മറ്റേത് നാശത്തിലേക്കുള്ള വഴിയാണ്. നാശത്തിലേക്കുള്ള വഴിയെന്നും പറഞ്ഞ് എല്ലാവരും നടക്കുന്നത്, ദാറ്റ് ഈസ് ദ പോപ്പുലർ വേ. അതും സ്വർഗത്തിൽ പോകാനായിട്ട് പോവുക. പക്ഷെ ദൈവത്തിന്റെ ഭരണം അവരുടെ മേലില്ല. ഈ പ്രഭാഷണത്തിന്റെ കോണ്ടെക്സ്റ്റിൽ അതാണ്. പരീശന്മാർ അത് തെരഞ്ഞെടുത്തു, പുറത്ത് എക്സ്റ്റേണൽ നീതി. എന്നാൽ ദൈവം അന്തരാത്മാവിൽ നോക്കിയപ്പോൾ only a few people. Praise the Lord. എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, പെന്തക്കോസ്തുകാരായ സഹോദരന്മാരെ, പുറത്തെ അഭിനയം കൊണ്ട് രക്ഷപ്പെടത്തില്ല. അത് പെരുവഴിയാണ്. അത് നാശത്തിൽ കൊണ്ട് അവസാനിപ്പിക്കും. Praise the Lord. But there is a narrow door and a narrow way. രണ്ടാമത്തെ എന്റെ തെളിവ് 1 കൊരിന്ത്യർ ലേഖനം. അപ്പോസ്തലനായ പൗലോസ് കൃപാവരങ്ങളാൽ അലങ്കൃതമായ കൊരിന്തുകാരെ വാൺ ചെയ്യുന്നു. 10-ാം അധ്യായത്തിന്റെ 1 മുതൽ
5 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. പുതിയ നിയമഭാഷ പറഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെട്ടവരാ, കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ. പുതിയ നിയമഭാഷ പറഞ്ഞാൽ ഇവർ സ്നാനപ്പെട്ടവരാ, ചെങ്കടലിലൂടെ കടന്നവരാ. പുതിയ നിയമഭാഷ പറഞ്ഞാൽ ഇവർ പാറയിൽ നിന്ന് വെള്ളം കുടിച്ചവർ, മന്ന ഭക്ഷിച്ചവർ, അനുദിനം അത്ഭുതം കണ്ടവർ. എങ്കിലും ഇവരിൽ മിക്കവരിലും ദൈവം എത്ര പേരിൽ പ്രസാദിച്ചു? ദൈവമക്കൾക്ക് അറിയാമല്ലോ. കാലേബും ജോഷുവയും 20 വയസ്സിന് താഴെയുള്ള സഹോദരന്മാർ അല്ലെങ്കിൽ ചിൽഡ്രൻ. ബാക്കിയുള്ളവരെല്ലാം എന്തിയെ? ഈ അത്ഭുതം കണ്ടവരും അനുഭവിച്ചവരും ഇറങ്ങിയവരും തീരുമാനമെടുത്തവരും നൃത്തം ചെയ്ത് ആരാധിച്ചവരും. Where are all of them? They perished in the wilderness. പൗലോസ് എഴുതിയിട്ട് 6-ാം വാക്യത്തിൽ ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞ് താഴെയോട്ട് 4-5 പാപങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇറക്കി തിരിച്ചത് കൊല്ലാനല്ല, കയ്യിലിരിപ്പ് അതായത് കൊണ്ട് ഇറക്കിയവൻ മരുഭൂമിയിൽ തള്ളിയിട്ടു. This is a warning. ചുരുക്കം ചിലർ രക്ഷപ്പെട്ടു. നമ്മൾ പോപ്പുലറായിട്ട് കേൾക്കുന്ന ഗോസ്പൽ അല്ല. I will tell you, most of the gospel that we hear today are false. It is another gospel. And they are presenting another Jesus. Praise the Lord. തിരുവെഴുത്തുകൾ പരിശോധിക്കുക, തെറ്റിപ്പോകുകയില്ല. ദൈവത്തിന്റെ ആഗ്രഹം എല്ലാവരും രക്ഷപ്പെടണമെന്നാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി സുവിശേഷീകരണം നടത്തണം. ഇതെല്ലാം ഉണ്ട്. Because God wants everyone to be saved, but only a few will find the way. Praise the Lord. മൂന്നാമത്തെ എൻ്റെ തെളിവ് കർത്താവായ യേശുക്രിസ്തുവിന്റെ 1-ാം വരവിൽ എങ്ങനെയായിരുന്നു? John's Gospel chapter 1 verse 10 and 11. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. പക്ഷെ 12-ാം വാക്യത്തിലാണ് ഒരു ശേഷിപ്പ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആരാണിവൻ? ലോകത്തെ ഉണ്ടാക്കിയവൻ. 3-ാം വാക്യം പറയുന്നു, He is the creator. കോർണലിസ് ബെന്നീമ എന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷത്തിന്റെ കമന്ററി എഴുതിയ ഭക്തനായ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം പറയുന്നത്, the creator came into his creation as a creature. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമാണ്. പക്ഷെ ലോകം അവനെ അറിഞ്ഞില്ല. അതിൽ കടുപ്പമാണ്, സ്വന്തക്കാരായ യഹൂദൻ അവനെ തിരസ്കരിച്ചു. എത്ര പേര് രക്ഷപ്പെട്ടു? ചുരുക്കം ചിലർ. And I will tell you, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചുരുക്കം ചിലരായിരിക്കും 2-ാം വരവിൽ രക്ഷപ്പെടുന്നു. പാസ്റ്റർ എന്താ അർത്ഥമാക്കുന്നത്? അപ്പൊ 8 പേരെ പോത്തുള്ളൂ, ഒരു 120 വരെ ഉള്ളൂ.
ഞാൻ പറയാം, സംഖ്യ എനിക്കറിയില്ല. പക്ഷെ ഈ ചുരുക്കത്തിനകത്ത് സകല ഗോത്രത്തിൽ നിന്നും, സകല ഭാഷയിൽ നിന്നും, സകല വംശത്തിൽ നിന്നും റെപ്രസെന്റേഷൻ ഉണ്ടായിരിക്കും. പിന്നെ എന്താ ചുരുക്കമെന്ന് പറഞ്ഞത്? നശിച്ചു പോകുന്നവരോടുള്ള ബന്ധത്തിൽ നോക്കിയാൽ ഒരു ചെറിയ ശേഷിപ്പ് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് കണ്ടെത്തുന്നവർ ചുരുക്കമെന്ന് പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. പക്ഷെ വേദപുസ്തകം മുഴുവനും നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ only a remnant will be saved. ഇടുക്കുവാതിൽ, ഞെരുക്കമുള്ള വഴി. ഏതാണ് ഈ ഇടുക്കുവാതിൽ? യോഹന്നാൻ 10:7, യോഹന്നാൻ 10:9. കർത്താവായ യേശുക്രിസ്തുവാണ് വാതിൽ. വഴി ക്രിസ്തീയ ജീവിതത്തെ കാണിക്കുന്നെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കം യേശുക്രിസ്തുവിലൂടെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബോൺ അഗൈൻ എക്സ്പീരിയൻസിനെ കുറിച്ച് ആ സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സൂചിപ്പിക്കാൻ ഞാൻ ആവോളം ശ്രദ്ധിച്ചു. ശരിക്കും ഒരു വീണ്ടും ജനന അനുഭവം വന്നിരിക്കണം. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. You must be born again. Praise the Lord. അതിന് ഒരു കർമ്മമാർഗത്തിലൂടെയും സാധ്യമല്ല. പരീശനും ശാസ്ത്രിയും ശ്രമിച്ചതാണ് സ്വന്തം നീതി കൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുക. കർത്താവ് അവരെ ഷോക്ക് ചെയ്തു. അതിനെ കവിയുന്ന നീതി നിങ്ങൾക്ക് വേണം. ആ കവിയുന്ന നീതിക്ക് അകത്ത് നിന്ന് നീതി വരണമെങ്കിൽ ഹൃദയം മാറണം. ഹൃദയമാറ്റം സംഭവിക്കുന്നത് പുതിയ ജനനത്തിലൂടെയാണ്. ഒരു തുടക്കം നമുക്ക് ആവശ്യമാണ്. The narrow door is Jesus Christ. ഒരു വാക്യം തീത്തോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യം. അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാൽ അല്ല, നമ്മൾ ആരും ചെയ്ത ഒരു പ്രവൃത്തിയാലും അല്ല നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാ രക്ഷപ്പെട്ടെന്ന് അവിടെ ഉണ്ട്. നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന്, അടുത്ത ശ്രദ്ധിക്കണം, പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. 2 പ്രധാന ആശയങ്ങൾ. നമ്മൾ രക്ഷിക്കപ്പെട്ടത് പ്രവൃത്തി കൊണ്ടല്ല. I cannot work my way into eternal life. No. ഞാൻ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് കൃപയാൽ, ദൈവത്തിന്റെ കരുണയാൽ. നമ്മുടെ എല്ലാവരുടെയും പ്രവൃത്തി ദൈവസന്നിധിയിൽ കറ പുരണ്ട തുണി പോലെയാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടു. എങ്ങനെയാ രക്ഷിക്കപ്പെട്ടത്? പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും. എന്ന് പറഞ്ഞാൽ എന്താ? പുനർജനന സ്നാനത്തിന്റെ ലളിതയർത്ഥം വാഷിംഗ് ഓഫ് റീബർത്ത്. പുതിയ ജനനം ഒരു സ്നാനമാണ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. പുതിയ ജനനത്തിൽ പരിശുദ്ധാത്മാവ് വചനത്താൽ ഹൃദയത്തെ കഴുകി പുതിയൊരു ഹൃദയം നമ്മുടെ ഉള്ളിൽ തരും. ആ കഴുകൽ നടന്നിരിക്കണം, അല്ലെങ്കിൽ അകത്ത് നിന്ന് നീതി വരത്തില്ല. ഈ ഞെരുക്കമുള്ള വഴി ഒരിക്കലും വെളിപ്പെടില്ല. പ്രൈസ് ദി ലോർഡ്. അത് തുടക്കമാണ്.
പരിശുദ്ധാത്മാവ് അത് ചെയ്തു. നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. പരിശുദ്ധാത്മാവ് വചനമിട്ടപ്പോൾ വിശ്വസിച്ചു, സംഭവം അകത്ത് നടന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അതുകൊണ്ട് തീർന്നില്ല. അവിടെ പറയാണ്, നമ്മുടെ മേൽ ധാരാളമായ ഒരു പകർച്ച വന്നു. പെന്തക്കോസ്തിന്റെ അനുഭവത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗം മാത്രമല്ല, പൗലോസിന് തീത്തോസിന് എഴുതുമ്പോൾ നമ്മുടെ മേൽ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി നമുക്കൊരു പെന്തക്കോസ്ത് അനുഭവം ഉണ്ടായി. രക്ഷിക്കപ്പെട്ട ശേഷം ആത്മാവിനെ ധാരാളമായി കിട്ടി. ആത്മാവിന്റെ നവീകരണം അനുദിനം വചന അടിസ്ഥാനത്തിൽ നടക്കാൻ നമ്മുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് വന്ന് താമസിച്ച് ജഡത്തിന്റെ പ്രവൃത്തികളെ തോൽപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തിയും പകരുന്നു. Praise the Lord. Hallelujah. സ്തോത്രം. നമ്മൾ കാണുന്ന ക്രിസ്തു വിസ എങ്ങനെയാലും ഒരുക്കി തരുന്ന ക്രിസ്തുവാ. എങ്ങനെങ്കിലും കെട്ടുപൊട്ടിച്ച് അടുത്ത ജോലിക്കയറ്റത്തിനുള്ള ക്രിസ്തുവാ. അതാണ് ഒത്തിരി പേര് വന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. അതതിൻ്റെ ഏറ്റവും മൈനർ ഒരു വിഷയമാണ്. സ്തോത്രം. പെന്തിക്കോസിലെല്ലാവരും വിസ ഒക്കെ കിട്ടി. രോഗസൗഖ്യം പെന്തിക്കോസിൽ വന്നിട്ടല്ല എല്ലാത്തവർക്കും ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തു എത്രയോ പേരെ സൗഖ്യമാക്കി. സ്നാനപ്പെട്ടല്ലേ സൗഖ്യമാക്കുക, അങ്ങനൊന്നുമില്ല. കർത്താവ് എല്ലാവരും സൗഖ്യമാക്കും. അത് ദൈവത്തിൻ്റെ കരുണയാണ്. അതിനേക്കാൾ ഒക്കെ വലിയ വിഷയമായി ഇപ്പോൾ സംസാരിക്കുന്നത്. ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കണം. ഇടുക്കുവാതിലാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം. അത് സ്വന്തമായ പരീശന്റെ നീതി കൊണ്ട് സാധ്യമല്ല. ആ നീതിയെ കവിയണമെങ്കിൽ ഹൃദയത്തിനകത്ത് മാറ്റം പുതിയ ജനനത്താൽ സംഭവിച്ചിരിക്കണം. എന്നിട്ട് തുടക്കം മാത്രം പോരല്ലോ, ഞെരുക്കമുള്ള വഴിയെ നടക്കണം. അതിനും പരിശുദ്ധാത്മാവ് തുണയായി നിൽക്കുന്നു. എന്താ ഈ ഞെരുക്കമുള്ള വഴി? കേക്ക്. യോഹന്നാൻ 14:6 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല. The door is Jesus Christ. The way is Jesus Christ. എന്ന് പറഞ്ഞാൽ എന്താ? യേശു ജീവിച്ചതുപോലെ ജീവിക്കുക എന്നർത്ഥം. ആ സുവിശേഷം കേട്ടിട്ടുണ്ടോ? 1 യോഹന്നാൻ 2:6, 1 പത്രോസ് 2:21, മത്തായി 4:19. Jesus said, follow me. I am the way. യേശു ചിന്തിച്ച പോലെ ചിന്തിക്കുക, യേശു സംസാരിക്കുന്ന പോലെ സംസാരിക്കുക, യേശു പ്രവർത്തിച്ച പോലെ പ്രവർത്തിക്കുക. ആ ലൈഫാണ് ഞെരുക്കമുള്ള വഴി. ഇറ്റ് ഈസ് എ ലൈഫ് ഓഫ് സെൽഫ് ഡിനയൽ. ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വചനങ്ങൾ ഇതാണ് ഈ വഴിയെ ഞെരുക്കമുള്ളതാക്കി തീർത്തത്. ബൗണ്ടറികളുണ്ട്. അങ്ങോട്ട് പോകാനൊക്കത്തില്ല, ഇങ്ങോട്ട് പോകാനൊക്കത്തില്ല, ഒക്കത്തില്ല. കൃപയാണ് രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ടവന് പ്രവൃത്തി വേണം. Praise the Lord. ഇത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഈ വചനം നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണം. ഞാൻ 1 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ വചനം അതിന്റെ ഗൗരവത്തിൽ നിങ്ങളിൽ ഒറ്റയാൾ നഷ്ടപ്പെട്ടു പോകരുത്. വേറൊരു സുവിശേഷമാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഇന്ന് പകൽ മടങ്ങി വരണം. ചുരുക്കം പേർ രക്ഷപ്പെടുന്ന ആ ചുരുക്കത്തിന്റെ സംഖ്യയിൽ എനിക്കും എന്റെ കുടുംബത്തിനും കയറണം എന്ന ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കയറണം. ഇന്ന് നമ്മൾ ഈ കാണുന്നത് മുഴുവനും താൽക്കാലികമാണ്. സ്തോത്രം. ദിനാറുകളും റിയാലുകളും ദിറാമുകളും ഡോളറുകളും നമ്മുടെ കണ്ണ് സത്യത്തിൽ നിന്ന് അടച്ചു കളയരുത്. ഇതെല്ലാം കേവലം പേപ്പറാണ്. സ്തോത്രം. അതാത് ദിവസത്തെ ആഹാരം തമ്പുരാൻ തരും. അറിയത്തില്ലേ വാക്യം? മുൻപേ അവന്റെ രാജ്യം അന്വേഷിക്കണം, അവന്റെ ഭരണം അന്വേഷിക്കണം, അവന്റെ നീതി അന്വേഷിക്കണം. അവിടുന്ന് ഡിഫൈൻ ചെയ്ത പോലെ നടക്കാൻ ഒരു വിശുദ്ധൻ ഏൽപ്പിച്ചാൽ ഉണ്മാനുള്ളത്, ഉടുക്കാനുള്ളത്, കുടിക്കാനുള്ളത് തമ്പുരാൻ തരും. കാടിലേക്ക് വണ്ടിയൊന്നും അവിടെ എഴുതിയിട്ടില്ല. ആവശ്യം തരും.
നീഡ് തരും, ഗ്രീഡ് അല്ല. Praise the Lord. Hallelujah. എടുക്കുക, അതിലൂടെ കടക്കണം. ജീസസ് ക്രൈസ്റ്റ് ഞെരുക്കമുള്ള വഴി. You have to walk exactly like Jesus walked on earth. That is the expectation of God. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവത്തിന് നമ്മളെ കാണിക്കാറുള്ളത് ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ മനുഷ്യ വേഷത്തിൽ വന്ന് ജീവിച്ച് കാണിച്ച ദൈവത്തിന്റെ പുത്രനെയാണ്. Let me tell you, all unchrist-like behavior is sin. എന്താ പാപം? ഒറ്റ വാക്കിൽ പറയാം, യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിന് ചേരാത്തത് മുഴുവനും പാപമാണ്. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് വേഗം പോകണമല്ലോ, അതുകൊണ്ട് വേറൊരു വഴിയുണ്ട്. ആ വഴിയുടെ കാര്യം പറയാം. എന്നിട്ട് ആ വഴിയെ കുറച്ച് പേര് നടപ്പുണ്ട്. ആ നടക്കുന്നവരെ ഞങ്ങൾ കാണിച്ചു തരാം ആരൊക്കെ ഉണ്ടെന്ന്. സ്തോത്രം. നമ്മൾ ഞെട്ടിപ്പോവും. ഭയങ്കര ശുശ്രൂഷകന്മാരൊക്കെ അവിടെ നടപ്പുണ്ട്. ഞാൻ കാണിക്കാം നിങ്ങളെ. സ്തോത്രം. ഒന്ന് നോക്കിയ പുസ്തകത്തില് വേഗം തീർക്കാം. നീ സമയമൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒന്നാമത് ഇടുക്കുവാതെയും ഞെരുക്കമുള്ള വഴിയൊക്കെ ആദ്യം പറഞ്ഞോണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ഒരുതരം ഞെരുക്കം പോലെ തോന്നുന്നു. അങ്ങനെ തോന്നിയെങ്കിൽ നല്ലതാ, രക്ഷപ്പെട്ടു. ഇപ്പൊ തന്നെ തോന്നുന്നില്ല ഒരു അസ്വസ്ഥത. സ്തോത്രം. എന്നാൽ നേരെ പ്ലേറ്റ് അങ്ങ് തിരിച്ച് ഇപ്പൊ കിട്ടുന്നതിനൊക്കെ ഏതാണ്ട് പറഞ്ഞാണ്ട് ചവിട്ടിയാൽ നിങ്ങൾ ഇറങ്ങി വന്നു അല്ലേ? ജീസസ് എവിടെയെങ്കിലും ഇത് അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ? നമുക്കിതൊന്നും ശ്രദ്ധിക്കാൻ ഒക്കുന്നില്ലല്ലോ. ജീസസിന്റെ പ്രസംഗങ്ങൾ മുഴുവനും നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കാൻ. ഇന്നത്തെ പ്രസംഗങ്ങളുമായിട്ട് വളരെ ദൂരത്താണ്. ഇന്ന് ആളുകൾ പ്രസന്റ് ചെയ്യുന്ന വേറെ ഏതോ കാര്യങ്ങളാണ്. 13-ാം വാക്യം, ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുകയും. അടുത്തത്, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടന്നവർ അനേകരുമാകുന്നു. ഈ പോകുന്നവരുടെ ചിന്ത ഇറ്റ്സ് ഓക്കെ, ഓ എന്താണ് ഭയങ്കര എന്തോ ഒരു ദൈവ സാന്നിധ്യം. അയ്യോ, ഇത് അവരും പറഞ്ഞതാ. ആര്? പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായിട്ട് ഇറങ്ങിയവരും പറഞ്ഞതാ ഇത്. സ്തോത്രം. ഇതുവഴി പോകുന്ന ചിലരെ ഞാൻ കാണിക്കാം. സമയമില്ലാത്തോണ്ടാ കേട്ടോ, ഒത്തിരി വിശദീകരിക്കേണ്ട. ആ താഴോട്ട് 7-ാം അധ്യായത്തിന്റെ അതിന്റെ 21, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവർ ഏവരും അല്ല, അത് പുറമാണ്, പുറത്തെ മതമാണ്, പുറത്തു മാത്രം പറയുക. പിന്നെ ആരാ? സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അർത്ഥം എന്താ? യഥാർത്ഥ ആത്മീയൻ ഉള്ളിൽ ആത്മീയം ഉള്ളവനകത്ത് കിടക്കും. പുറംചട്ടയിൽ മാത്രം നിന്നാൽ യു വിൽ ബി ഔട്ട്. ദയവായി ഇപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. അതെല്ലാം അവിടെ കിടക്കട്ടെ. ഞാൻ വളരെ വേഗത്തിൽ പോവുക. അടുത്ത വാക്യം കുറച്ചു പേരെ ഒന്ന് കാണിക്കാനുണ്ട്. അതിനാ, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ഭയങ്കര വരമാണ്. അപ്പൊ നമ്മളെല്ലാം ചിന്തിച്ചത് വരമുള്ള പുള്ളികളാണ് ആത്മീയരെന്ന. അല്ല, ഉള്ളി ആത്മീകമില്ലാതെ ഭൂതത്തെ പുറത്താക്കാം. ഉള്ളി ആത്മീകമില്ലാതെ രോഗിയുടെ മേൽ കൈവച്ച രോഗസൗഖ്യം ഉണ്ടാകും. ഉള്ളി ആത്മീകമില്ലാതെ കറക്റ്റ് ദൂത് പറയുകയും ചെയ്യാം. അടുത്തെന്താ കർത്താവ് അവരോട് പറയുന്നത്? അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയില്ലെന്ന് തീർത്തു പറയും. ഇവരപ്പ എതുവഴി സഞ്ചരിച്ചവരാ? അവർ വൻവഴിയെ. കാരണം എന്താ? ഇവിടെ ഇച്ചിരൊക്കെ ഭാഗം ഉണ്ടെങ്കിലും കൃത്യ ദൂത് വെളിപ്പെടുന്നുണ്ട്. പേര് വിളിച്ചു കണ്ടോ, കുഞ്ഞുമോളൊന്നും കണ്ടോ, കറക്റ്റാ. ഗോത്രം അറക്കയറിക്കും. നിത്യതയുടെ തുറമുഖത്ത് ദൈവത്തിന്റെ ഭരണത്തിന്റെ കൂടെ ആകണമെങ്കിൽ ഇന്ന് ദൈവം നിന്നെ ഭരിക്കണം. ഇവിടെ ഭരിക്കാത്തവനെ അവിടെ കൊണ്ടിട്ട് ഭരിക്കുന്ന സംവിധാനം ദൈവത്തിനില്ല. വരത്താൽ ആളിനെ അറിയത്തില്ല. ഫലമാണ് വിഷയം, ഉള്ളാണ് വിഷയം.
യഥാർത്ഥ ആത്മീകം ഇന്റേണൽ ആണ്. നിങ്ങളുടെ ആത്മീകത, നിങ്ങളുടെ നീതി പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. അനേക ആളുകൾ ഇവിടെ മിക്കവാറും ഈ പ്രവചനത്തില ഓടുന്നത്. ഞാൻ പ്രവാചകനെ കുറിച്ചും കാണിക്കാം. 7-ാം അധ്യായത്തിൽ തന്നെ നിങ്ങളവർക്ക് ഈ പുള്ളിക്ക് ഇതേ ഉള്ളൂന്ന് കർത്താവ് നിങ്ങളെ അറിയിക്കാൻ തരുന്നതായി പറയുന്നത്. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പ്രവചന ശുശ്രൂഷയിൽ വിശ്വസിക്കുന്ന ആളാണ്. പുതിയ നിയമസഭയ്ക്ക് പ്രവാചകൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. പക്ഷേ വേറെ ചിലർ പറയും ഇവൻ എപ്പോഴും അങ്ങ് വിമർശനമാണല്ലോ. അപ്പൊ യേശു മത്തായി 23 പറഞ്ഞത് എന്തുവാ? ഇന്നലെ നമ്മൾ വായിച്ചു. യേശു മത്തായി 7:15 പറയുന്നത് എന്താ? നോക്കിക്കേ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. ശ്രദ്ധിക്കണം അതിന്റെ കോണ്ടെക്സ്റ്റ്. 13-14 വാക്യത്തിൽ ഇടുക്കുവാതിലും വീതിയുള്ള വാതിലും അവതരിപ്പിച്ച ശേഷം ഉടൻ പറയാണ് ഇവരെ സൂക്ഷിക്കണം. ആരെ? കള്ളപ്രവാചകൻ. ആ കോണ്ടെക്സ്റ്റ് വെച്ച് ഞാൻ വ്യാഖ്യാനിക്കാം. കള്ളപ്രവാചകന്റെ പ്രധാനപ്പെട്ട ഒരു തൊഴില് ഇടുക്കുവാതിൽ അവൻ മറയ്ക്കും. അവൻ പറയും കുഴപ്പമില്ല, നിനക്ക് ഭൗതികം കിട്ടും, നിനക്ക് അങ്ങനെ കിട്ടും, നിനക്ക് ഇങ്ങനെ കിട്ടും, നിന്റെ പിള്ളേരെല്ലാം പറക്കുവങ്ങ മഞ്ഞ് പെയ്യുന്ന രാജ്യം. അവൻ നരകത്തിൽ പോന്നവൻ പറയത്തില്ല. അവൻ കള്ളനാണ്, വരത്താൽ അറിയത്തില്ല, അവൻ അന്യഭാഷ പറയും, ഞെട്ടുന്ന പോലൊക്കെ കാണിക്കും. ചിലത് ഞെട്ട്. ഞാനവർക്ക് ഇവരെന്തിനാണ് ഞെട്ടുന്നത്? നമ്മൾ ചിന്തിക്കുന്നത് ഞെട്ടിയാൽ ആത്മീയമാണെന്ന. ജീസസ് ഞെട്ടുകായിരുന്നു. We don't have the time to look at Jesus. സ്തോത്രം. ഈ പ്രവചനം പറഞ്ഞവരും പൈസ അടിച്ചവരും ഇവരെല്ലാം പെരുവഴിയിൽ കൂടെ നടക്കുകയാണ്. അവരെ ആശ്രയിച്ചവരും പെരുവഴിയിലാണ്. അവർ അനേകരുടെ വീടുകളിൽ ചെന്ന് കിടന്നു, അനേകർ ഭക്ഷണം കൊടുത്തു, കൈമടക്ക് കൊടുത്തു. അവർ ചിന്തിച്ചത് ഇവന് കൊടുത്താൽ സ്വർഗത്തിലെ ദൈവം പുതിയ ഫയൽ തുറന്ന് നമ്മുടെ കാര്യം ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന്. അമ്മാമ്മ, അവൻ അങ്ങോട്ടല്ല പോകുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെരുവഴിക്കാരനാ. എന്താ ഇവിടുത്തെ വിഷയം? പ്രവചന ശുശ്രൂഷ വേണ്ടെന്നല്ല പറഞ്ഞത്. അകം ക്ലിയർ ആണെങ്കിൽ ശുശ്രൂഷ നല്ലതാ. ശുശ്രൂഷ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആള് ദൈവത്തോട് കൂടി പോവുകയും ചെയ്യും. ശുശ്രൂഷ കൊണ്ട് മാത്രം ദൈവത്തിന്റെ അംഗീകാരം കിട്ടത്തില്ല എന്ന സത്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ വാമൊഴിയാണ്. നമ്മുടെ കണ്ണിന്ന് പകലൊന്ന് തുറക്കണം. പിശാച് നിങ്ങളുടെ മനസ്സിൽ പറയും ഇവൻ വിമർശിക്കുകയാണ്, പക്ഷെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് യേശുവിന്റെ വചനമാണ്. വേറെ ചിലർ പറയാനുള്ളത് എന്നാൽ കറക്റ്റ് ദൂതായിരുന്നു. ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൽ വീട്ടിൽ ചെന്ന് വായിക്കണം. ആദ്യം മുതൽ അവിടെ എഴുതിയിരിക്കും. സഹോദരൻ എഴുതെങ്കിൽ പെട്ടെന്ന് വായിക്കും. പറയുന്ന ദൂത് ശരിയാണെങ്കിലും നിന്നെ നിന്റെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പ്രവാചകനാണെങ്കിൽ ഇവൻ കള്ളനാണ്. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പീൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്ക എന്ന് പറഞ്ഞുകൊണ്ട്, നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവത്തെ സേവിക്ക. അപ്പൊ നമ്മൾ പറയുമ്പോൾ അങ്ങനൊന്നും ഒരിക്കലും പുള്ളി പറഞ്ഞിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ വിടുതൽ. പക്ഷെ എന്താ ഈ വിടുതൽ പറഞ്ഞത്? ഡോളറിന്റെ കാര്യമാണ്. അതായി അന്യദൈവം. മനസ്സിലായോ? പൈസലോ അല്ലാതെ ഏതാണ്ട് രൂപത്തിന്റെ മുൻപിൽ ഇരുന്ന് തപസ്സിരുന്നൊന്നുമല്ല. ഓരോ രൂപത്തിലായി വെളിപ്പെടുന്നത്. നിന്റെ ഉള്ളിനെ ഈ ദൂത് പറഞ്ഞ് ജീവനുള്ള ദൈവത്തിൽ നിന്ന് മാറ്റിയാൽ പൗലോസ് എന്താ കൊരിന്തുകാരോട് പറയുന്നത്? സർപ്പം ഔവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. യഥാർത്ഥ ദൈവദാസന്മാർക്കുണ്ടല്ലോ ആ ഭയം ഉണ്ടാവും. കൂലിക്കാരനൊക്കത്തില്ല.
ഒരിക്കാലം രാജാ ജീവനെല്ലാം മേടിച്ച് സ്വതന്ത്രം. യഥാർത്ഥ ഒരു ഇടയനാണെങ്കിൽ എപ്പോഴും ആ ഇടയന്റെ വേദന എന്താണെന്നറിയാമോ? മണവാട്ടിയായി ദൈവത്തിന്റെ മുൻപിൽ പ്രസന്റ് ചെയ്യണം. പൗലോസോട് ഉപയോഗിക്കുന്ന പ്രയോഗം എന്നറിയാമോ? പൗലോസ് അപ്പനായി നിൽക്കുക, സഭ പെൺകുട്ടിയായിട്ട് നിൽക്കുക, അപ്പൻ പെണ്ണിനെ കൊണ്ട് ചെറുക്കന്റെ മുൻപിൽ അവതരിപ്പിക്കുക. ആ കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ട് പെണ്ണിന്റെ മനസ്സുവല്ലോ മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ള ഭയമാണ് യഥാർത്ഥ സഭാ ശുശ്രൂഷകൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ ശുശ്രൂഷകരോട് ഒരു കാര്യം പറയാം. നിങ്ങളുടെ ചർച്ചിൽ ഹോളി സ്പിരിറ്റ് വ്യാപരിക്കുന്നുള്ളതിന്റെ ഒരു തെളിവ്, എല്ലാ തെളിവുമല്ല, ഒരു തെളിവ് കൂടെ ഈ ഫ്രൈഡേ നിങ്ങളുടെ സഭായോഗത്തിലും കോട്ടേജ് മീറ്റിങ്ങിലും വചനം വെളിപ്പെടുന്നത് വാണിംഗ്സ് ആയിരിക്കും. നിങ്ങൾ ലേഖനങ്ങൾ നോക്ക്, ഇതെല്ലാം വാണിംഗ് ആണ്. എന്തിനാണ്? മണവാട്ടിയെ ഒരുക്കുക, മണവാട്ടിയെ ഒരുക്കുക. ഇടുക്ക് വഴി, ഇടുക്ക് വഴി, ഞെരുക്കമുള്ള വഴി, ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. താഴോട്ട് വായിക്കാം. നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ഞങ്ങൾ ഒന്നുകൂടെ വിസ കൊണ്ടുവരും. കറക്റ്റ് ആയിരുന്നു മാസ്റ്റർ പറഞ്ഞ ഡേറ്റ് സഹിതം. Don't fool yourself. വിഷയം നിത്യതയുടേതാണ്. അത് വളരെ ഗൗരവമായി പഠിക്കേണ്ട. ഇവിടെ കർത്താവിൻ്റെ ദാസന്മാർ അനേകർ ഇവിടെ ദൈവവചനം ശുശ്രൂഷിക്കുന്നവരാ. അവരോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഈ വിഷയങ്ങൾ പഠിക്കണം. വാട്ട് ഈസ് റിയൽ പ്രോഫസി? പുസ്തകത്തിനകത്ത് കാര്യമുണ്ട്. പ്രവാചകനുണ്ട്, പ്രവചന ശുശ്രൂഷയുണ്ട്. ദൈവസഭയ്ക്ക് അങ്ങനെയുള്ള ഗിഫ്റ്റ് വേണം. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ ഭാഗം വിടാം. നിങ്ങളുടെ ദൈവത്തിൻ്റെ ദാസൻ ഒരു അഭിഷക്തനാണെങ്കിൽ സഭായോഗത്തിന് പ്രാർത്ഥിച്ചൊരുങ്ങി വന്ന മെസ്സേജ് എടുത്ത് താൻ ദൂത് പറയുമ്പോൾ ഞാൻ ഈ വചനാടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നത് പ്രവചനമാണ്. പക്ഷെ എന്നാലും അമ്മ മകളെ ഒന്നും വിളിച്ചില്ലല്ലോ, അതിന് കാശ് കൊടുക്കണം. ഞാൻ ഒരിക്കൽ ഈ പ്രവാചകനോട് ചോദിച്ചു, ഒത്തിരി പേര് നമ്മളറിയാൻ പറ്റുന്നു, എങ്ങനെ ഇത് ഈ മകൻ ഉള്ള കാര്യം പുള്ളി എന്നോട് പറഞ്ഞു, അത് ഞങ്ങളാ വിളിക്കുന്നത്. സത്യമാണ്. ഗുണപ്പെടാത്ത കുഞ്ഞുവാളെ കയറി മകളെ തമ്പുരാൻ വിളിക്കില്ല, യവൻ വിളിക്കും. അത് പൈസ വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഇടുക്ക് വാതിലുണ്ട്, വീതിയുള്ള വാതിലുണ്ട്, ഞെരുക്കമുള്ള വഴിയുണ്ട്, വിശാലതയുടെ വഴിയുണ്ട്. വിശാലതയുടെ വഴി പോകുന്നവർ ഈവൻ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. തെറ്റിദ്ധരിക്കരുത്. ഞെരുക്കമുള്ള വഴിയെ പോകുന്നവരും ഗിഫ്റ്റഡ് ആയിട്ടുള്ളവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഗിഫ്റ്റും വേണം, ഫലവും വേണം. ഫലമില്ലാത്ത ഗിഫ്റ്റ് നാശത്തിൽ നിന്നെ കൊണ്ടെത്തിക്കും. കാരണം പെരുവഴിയെ പോയാൽ അത് ഡാമിനേഷനിലേക്കാണ് പോകുന്നത്. ജീസസ് പറയാ, enter through the narrow door, it leads to eternal life. ആ ഡോറ്, ക്രിസ്തുവാകുന്ന ഡോറിലൂടെ പോയാൽ വഴി നാരോ. ജീസസ് ജീവിച്ചതുപോലെ, ജീസസ് പറഞ്ഞിരിക്കുന്ന സെർമൺ ഓൺ ദ മൗണ്ട് പോലെ. അതിന് ഇപ്പോഴത്തെ മിടുക്കന്മാര് കണ്ടത് എന്താണെന്നറിയാമോ? സെർമൺ ഓൺ ദ മൗണ്ട് നമുക്കുള്ളതല്ല. അപ്പൊ പിന്നെ ഒത്തല്ലോ, അവൻ ഭയങ്കര ഭൂയോഗമുള്ളവൻ. സ്തോത്രം. ഈ പ്രഭാഷണം നമുക്കുള്ളതല്ല എന്ന് പറഞ്ഞ് അതൊന്ന് സ്ഥാപിക്കാൻ നോക്കുക. സ്തോത്രം. എന്തെല്ലാം ഉപദേശമാണെന്നറിയോ കേരളത്തിൽ കിടന്ന് കളിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു പറഞ്ഞ സുവിശേഷത്തിൽ വിശ്വസിക്കുക. കർത്താവ് വരും. ഇന്ന് ജീവിക്കാൻ നമ്മൾ വിളിച്ചിരിക്കുക. വഴി ഞെരുക്കമുള്ളതാണ്. ഇറ്റ്സ് എ ലൈഫ് ഓഫ് സെൽഫ് ഡിനയൽ. സമയം ഞാൻ നിർത്തുക. കർത്താവിൻ്റെ ഒരു വാക്കുകൾ പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിൽ ക്രൂശ് മരണത്തോട് അടുക്കുന്നുണ്ട്. കർത്താവിന് മുൻപിൽ 2 ഓപ്ഷനാണ്. കർത്താവ് തന്നെ പറയുന്നത്, ഞാൻ എന്തോ പ്രാർത്ഥിക്കുന്നു, രക്ഷിക്കണമെന്ന്. യോഹന പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല, കാരണം ഞാൻ ഇതിനായിട്ടല്ലയോ വന്നത്. ഉടനെ ഒരു പ്രാർത്ഥന, പിതാവേ അങ്ങ് മഹത്വം എടുക്കണം. ഉടനെ ഒരു ശബ്ദം ഇടിമുഴക്കം പോലെ, ഞാൻ മഹത്വം എടുത്തിരിക്കുന്നു, ഇനിയും മഹത്വം എടുക്കും എന്ന് പറഞ്ഞ അർത്ഥം, കഴിഞ്ഞ 33 വർഷം നിന്റെ ജീവിതത്തിൽ ഞാൻ മഹത്വം എടുത്തു, ക്രൂശിന്മേലും ഞാൻ മഹത്വം എടുക്കും എന്ന് പറഞ്ഞാൽ എന്താ? അക്ഷരിക ക്രൂശ് നമ്മൾ കണ്ടു. യേശു വഹിച്ച വേറൊരു ക്രൂശല്ല. എന്റെ ഇഷ്ടം നടക്കരുത്,
എന്റെ പിതാവിന്റെ ഇഷ്ടം നടക്കണമെന്ന് പറഞ്ഞ് 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. ആ ക്രൂശെടുക്കാൻ നമ്മളെ വിളിക്കുന്നുണ്ട് സെൽഫ് ഡിനയൽ. നമ്മുടെ ഇഷ്ടം നടക്കരുത്. പക്ഷെ നമ്മൾ വിളിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് എന്തുവാ? കേട്ട പൊട്ടാട്ടോ നമ്മുടെ ഇഷ്ടം നടക്കണം. പല പ്രാർത്ഥനകൾ പോലും ബിബ്ലിക്കലല്ല. പിന്നെ ചിലരുടെ പ്രാർത്ഥന കണ്ടപ്പോൾ എനിക്ക് തന്നെ പ്രയാസം തോന്നി. ദൈവത്തെ വഴക്ക് പറയുന്നവർ നീ തന്നില്ലെങ്കിൽ അയ്യോ, അതൊക്കെ ഒട്ടും നമുക്ക് സെൻസിബിൾ അല്ലാത്തതുകൊണ്ടാണ്. ദൈവം ആരാണ്? എൻ്റെ പിതാവാണ്. അപ്പോൾ തന്നെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. ഒരു റെവറൻസോട് കൂടിയാണ് നമ്മൾ അടുക്കേണ്ടത്. നമ്മുടെ യോഗ്യതയിലല്ല, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ യോഗ്യതയിലാണ് നമ്മൾ അടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ വിളിക്കുന്ന ഈ നാരോ വേയിലൂടെ നടക്കാനാണ്. ഈ പ്രഭാഷണത്തിലെ നിങ്ങളെ അറിയിക്കാൻ തന്ന പ്രധാന ദൂതതാണ്. സെൽഫ് റൈറ്റസ്നെസ് പൊളിഞ്ഞു പോകും, പുറം ഭക്തി പൊളിഞ്ഞു പോകും, അത് കാപഠ്യമാണത് പൊളിഞ്ഞു പോകും. ദൈവം ആഗ്രഹിക്കുന്നത് അകത്തു നിന്ന് നീതി വരണം. രക്ഷിക്കപ്പെട്ടവർ ആത്മനിറവിൻ ജീവിതം നയിച്ചാൽ, ജഡത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതെ അനുദിനം ജഡത്തെ ക്രൂശിച്ച് ആത്മാവിൽ ജീവിച്ചാൽ ജയകരമായി ഇവിടെ ജീവിക്കാൻ കഴിയും. നിത്യതയിൽ ആ നിത്യജീവന്റെ കൺസ്യൂമേഷൻ അനുഭവിക്കാൻ കഴിയും. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ദൈവത്തിന്റെ ജീവന്റെ ഇമ്പാർട്ടേഷൻ വന്നു കഴിഞ്ഞു. പക്ഷെ ജീവിതം കഴിയുമ്പോൾ അതിന്റെ കൺസ്യൂമേഷൻ ആ നീണ്ട വഴിയൂടെ നടന്നു കഴിഞ്ഞ് അവസാനത്തെങ്കിൽ ജീവൻ പ്രാപിക്കുക, അതിന്റെ ഫുൾനെസ് അനുഭവിക്കാൻ കഴിയും. ദൈവം ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് എടുത്തൊന്ന് രണ്ട് കാര്യമൊക്കെ പറയാൻ